ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ മദേഴ്സ് കിച്ചൻ. ഇന്ന് ഞാൻ ടൊമാറ്റോ ചേർത്തുള്ള ഒരു ഷ്രിമ്പ് കറിയാണ് ഉണ്ടാക്കുന്നത്. ആദ്യം ഞാൻ കറിക്കുള്ള അരപ്പാണ് ഉണ്ടാക്കുന്നത്. ഈ ചട്ടി നല്ല ചൂടായതാണ്. അതിലേക്ക് ഈ കറിക്ക് നല്ല ഫ്ലേവർ കൊടുക്കുന്ന പെരിഞ്ജീരകമാണ് റോസ്റ്റ് ചെയ്യുന്നത്. ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക, അപ്പോൾ പെരിഞ്ജീരകത്തിൻ്റെ നല്ല ഫ്ലേവർ കിട്ടും. ഇനി ഞാൻ ഇതിലേക്ക് പൊടികൾ ചേർക്കുകയാണ്. പക്ഷേ ഞാനത് സ്റ്റൗവിൽ നിന്നും ഒന്ന് മാറ്റി വെച്ചിട്ട് ചേർക്കുന്നുള്ളൂ, അല്ലെങ്കിൽ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇതിൽ ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇതിന് നല്ല എരിവുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇത് സ്റ്റൗവിലേക്ക് വെച്ച് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. പൊടികൾ ചേർത്തതിന് ശേഷം സ്റ്റൗവിലേക്ക് തിരിച്ചു വെച്ച് 1-2 മിനിറ്റ് റോസ്റ്റ് ചെയ്യുക. ഇതിൻ്റെ പച്ച മണം ഒന്ന് മാറുന്നിടം വരെ ചൂടാക്കിയാൽ മതി. മണം മാറി വരുന്നുണ്ട്. ഞാൻ സ്റ്റൗ ഓഫാക്കി പാൻ സ്റ്റൗവിൽ നിന്ന് മാറ്റി വെക്കുകയാണ്. മാറ്റി വെച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പൊടി അങ്ങ് കരിഞ്ഞു പോകും. തണുത്തതിന് ശേഷം അരച്ചെടുക്കണം. ഈ കാശ്മീരി ചില്ലി പൗഡറിന് എരിവുണ്ട്, അതുകൊണ്ട് ഞാൻ വേറെ എരിവുള്ള മുളക് പൊടി ചേർത്തിട്ടില്ല. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയേ ചേർത്തിട്ടുള്ളൂ. ഇനി പൊടികൾ അരച്ചെടുക്കുകയാണ്. ഈ ജാറിലേക്ക് ഞാൻ ആദ്യം ചേർക്കുന്നത് ടൊമാറ്റോയാണ്. ഇതൊരു മീഡിയം സൈസിലുള്ള ടൊമാറ്റോ തൊലി കളഞ്ഞാണ് ചേർത്തിരിക്കുന്നത്. ഇനി ചേർക്കുന്നത് ഒരു ചെറിയ ഉള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു വലിയ വെളുത്തുള്ളി പിളർന്നിട്ടിരിക്കുന്നത്. ഇനി ഇതിലേക്ക് മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഈ ടൊമാറ്റോ വടി കിടക്കുന്നത് കൊണ്ട് ഈ മുളക് പൊടി ഇത് അരച്ചെടുക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. വെള്ളം ചേർക്കാതെയാണ് ഇത് ഞാൻ അരച്ചെടുത്തത്. ഇനിയും അരപ്പ് മൂപ്പിച്ചെടുക്കുകയാണ്. ഈ കറി വെക്കുന്ന ചട്ടിയിൽ തന്നെയാണ് അരപ്പ് മൂപ്പിക്കാൻ പോകുന്നത്. അതിനൊരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. എണ്ണ ചൂടായി. ഇതിലേക്ക് തന്നെ 1/2 ടീസ്പൂൺ കടുകാണ് ഇടുന്നത്, 1/4 ടീസ്പൂൺ ഉലുവ, 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി നീളത്തിലരിഞ്ഞത്, 2 വലിയ വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, 2 പച്ചമുളക്. ഇതെരിവുള്ളതായതുകൊണ്ട് ഞാൻ അതിൻ്റെ അരി മാറ്റിയിട്ടാണ് ചേർക്കുന്നത്. ആ പച്ചമുളക് ചേർക്കുന്ന ഒരു ഫ്ലേവർ കിട്ടും, അതിനാണ് പച്ചമുളക് ചേർക്കുന്നത്. ഇതിൽ ചേർക്കുന്നത് കറിവേപ്പിലയാണ്. എനിക്ക് കറിവേപ്പില ഇല്ല, വിൻ്റർ ടൈം ആയതുകൊണ്ട് ഒട്ടും കറിവേപ്പില ഇല്ല. ഒരു സ്വല്പം കറിവേപ്പില ഉള്ളവർ ആവശ്യത്തിന് കറിവേപ്പില ചേർക്കുക. ഞാൻ കിളുന്ത് നാമ്പ് പോലത്തേതാണ് ചേർക്കുന്നത്. വെളുത്തുള്ളിയും ഇഞ്ചിയും സ്വല്പം നിറം മാറിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഒരു 10 ഉള്ളി അരിഞ്ഞതാണ് ചേർക്കുന്നത്. ഇത് സാധാരണ നമ്മുടെ നാടൻ ഉള്ളിയല്ല, ഇത് പേൾ ഒനിയൻ എന്ന് പറയും. നമ്മുടെ ഉള്ളി പോലെ തന്നെ ഉള്ളതാണിത്. ഉള്ളി ചേർത്ത് ഒരു 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ അരച്ചെടുത്ത അരപ്പാണ്. ഈ അരപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് അരപ്പ് മൂപ്പിക്കണം. ഈ അരപ്പ് വഴറ്റാൻ തുടങ്ങിയിട്ട് ഒരു 6-7 മിനിറ്റ് ആയിട്ടുണ്ട്. ഇച്ചിരി വെള്ളമെല്ലാം വറ്റിയതുകൊണ്ട് സ്വല്പം ഡ്രൈ ആയിട്ട് തോന്നുന്നു. അതിനൊരു സ്വല്പം വെളിച്ചെണ്ണയും കൂടെ ഞാൻ ചേർക്കുകയാണ്. ഈ അരപ്പ് നന്നായിട്ട് വഴറ്റിയെടുത്താലേ കറിക്ക് ടേസ്റ്റ് കാണത്തുള്ളൂ. ഒരു 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കാണും. ഇത് നന്നായിട്ട് മൂപ്പിക്കുക. അരപ്പ് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നല്ല ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. ചൂടുവെള്ളം ഒരുമാതിരി തിളച്ച വെള്ളമാണിത്. ഈ സൈഡിൽ പിടിച്ച് ഉണങ്ങിയിരിക്കുന്ന അരപ്പൊക്കെ ഇതിലേക്ക് ഇളക്കി ചേർക്കാം. അപ്പോൾ ഇതിൽ 1.5 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്തത്. ഇനി ഈ അരപ്പിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ ഉപ്പ്. ഉപ്പ് കുറച്ച് ചേർത്ത് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. 2 കഷ്ണം പുളി, കുടംപുളിയാണിത്. ഇനിയും ചേർക്കുന്നത് 1/4 കപ്പ് തേങ്ങ, ഇതുപോലെ ഇത്രയും വലുപ്പത്തിൽ അരിഞ്ഞെടുത്തത്. ഈ കറിക്ക് ഈ തേങ്ങയും ആവശ്യത്തിന് ഉള്ളിയും ചേർത്തിരിക്കുന്നത് കൊണ്ട് നല്ല ഫ്ലേവർ കിട്ടും. ഇനി ഇത് തിളയ്ക്കണം. ഇപ്പോൾ അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഷ്രിമ്പ് ചേർക്കുകയാണ്.
ഷ്രിമ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മൂടി വെച്ച് വേവിക്കുക. ഷ്രിമ്പിന് അധികം സമയം എടുക്കത്തില്ല വേകുന്നതിന്. ഷ്രിമ്പ് നന്നായിട്ട് പിങ്കായി കഴിയുമ്പോൾ ഷ്രിമ്പ് വെന്തിരിക്കും. മൂടി വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് 10 മിനിറ്റായി. ഇനി ഒന്ന് തുറന്ന് നോക്കട്ടെ. പിന്നെ ഉപ്പോ ഒക്കെ ഉണ്ടോ എന്ന് നോക്കട്ടെ. ഉപ്പ് കുറവാണ്, ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുകയാണ്. ഇപ്പോൾ ആവശ്യത്തിന് പുളിയും ഉപ്പും എരിവും എല്ലാം ഉണ്ട്. ഇപ്പോൾ ഇത് വേകാൻ തുടങ്ങിയിട്ട് 12 മിനിറ്റോളമായി. ഷ്രിമ്പ് വെന്തിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫാക്കുകയാണ്. ഇതിലേക്ക് ഞാനൊരു സ്വല്പം കറിവേപ്പില ഇടുകയാണ്. നിങ്ങൾക്ക് കറിവേപ്പില ഉണ്ടെന്ന് വരില്ല, ഇതിൻ്റെ ആവശ്യത്തിന് ഇടുക. സ്വല്പം വെളിച്ചെണ്ണയും കൂടി ചേർക്കുകയാണ്. വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്തിട്ട് കുറച്ച് സമയത്ത് മൂടി വയ്ക്കുക. ഈ കറിക്ക് ആവശ്യത്തിന് എരിവും പുളിയും ചാറ് അതുപോലെ നല്ല കുറുകിയാണ് ഇരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും.